ഹലോ ഫുട്ബോൾ ഫാൻസ്, മല്ലു ഫുട്ബോൾ ഫാൻസ് എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോഹം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ആർസണലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ശോകമാണ്. ഇപ്പോൾ ഒരു ഇമോഷൻലെസ് ആർസണൽ ഫാൻ ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. നമുക്ക് ആ ഡിസ്കഷൻ ഇന്നലത്തെ ആർസണൽ മാൻ യുണൈറ്റഡ് മാച്ച് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും തകർന്ന അവസ്ഥയാവാം. മേ ബി ഇത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാവാം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ട് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അരുണാണ്. പ്ലസ് പുതിയതായിട്ട് യൂട്യൂബിൽ ഒരു ഫുട്ബോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പുള്ളിനെ സപ്പോർട്ട് ചെയ്യണം. സൈഡ് ലൈൻ FC എന്നൊരു പേജാണ് അവർ തുടങ്ങിയേക്കുന്നത്. അലക്സ് ആണ് അതിൻ്റെ മെയിൻ ആൾ. പ്ലീസ് ഡു ചെക്ക് ഔട്ട് ഹിസ് ചാനൽ. പുള്ളി ജനറൽ ഫുട്ബോൾ ആണ്, കൂടുതലും ആർസണൽ ഫോക്കസ്ഡ് ആണ്, ആർസണൽ ഫാൻ ആണ്. ഡിലേ ചെയ്യാണ്ട് ഞാൻ രണ്ടുപേരെയും ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യുവാണ്. ഹലോ അരുൺ. ഹലോ അലക്സ്. അപ്പം അലക്സ് നമ്മുടെ പുതിയ യൂട്യൂബ് ലോകത്തേക്ക് ആർസണൽ ഫാനായിട്ട് സൈഡ് ലൈൻ ഫുട്ബോൾ എന്ന ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. വെൽക്കം. അരുണ, നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു വരുമോ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റി, ആർസണൽ കമ്മ്യൂണിറ്റിയിൽ കുറെ യൂട്യൂബ് ചാനൽ വരണം, അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൽ ഒരാൾ പിന്നെയും വന്നു. എനിവേസ്, ഭയങ്കര സന്തോഷമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എല്ലാ ആർസണൽ ഫാൻസിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് നിന്റെ ഫസ്റ്റ് തോട്ട്സ്? നമുക്ക് പുതിയ അലക്സിനോട് തന്നെ തുടങ്ങാം. എന്താണ് അലക്സ്, വാട്ട് ഈസ് യുവർ ഇമോഷൻസ്? എന്താണ്, ദേഷ്യമാണോ, ഇമോഷൻലെസ് ആണോ, സങ്കടമാണോ, എന്താണ് അവസ്ഥ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഹാവിങ് മീ ഗൈസ്. ആൻഡ് ഇമോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയില്ല, ഒരു സൈക്കിൾ ഓഫ് ഇമോഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ 2019-20 സമയത്ത് ഉനയമറി മാറി, അതിനുശേഷം മിക്കൽ ആർട്ടറ്റ വരുന്ന സമയത്ത് നമുക്കറിയാം ടീമിന്റെ അവസ്ഥ. ഒരു മത്സരം കണ്ടു തീർക്കണമെങ്കിൽ ആ ഒരു 90 മിനിറ്റ് കണ്ടു തീർക്കണം. അത് ടോപ്പ് 6 ടീമുകളോടല്ല, ഏത് ലെവലിൽ നിൽക്കുന്ന ടീമുകളോടും കളിച്ച് തീർക്കണമെങ്കിൽ നമ്മൾ അത് കണ്ടു തീർക്കാൻ നമ്മൾ അനുഭവിക്കുന്ന വിഷമം നമുക്കറിയായിരുന്നു. അതിൽ നിന്ന് 2020-21-22 സീസണിലേക്ക് വന്നപ്പോൾ നമുക്ക് ചെറിയ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടു. ബട്ട് അഗെയിൻ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടിയില്ല എന്നുള്ള വിഷമമായി. പിന്നീടുള്ള 2 സീസണിൽ നമ്മളെ പ്രീമിയർ ലീഗ് മോഹിപ്പിച്ചു. അതിനുശേഷം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല നോക്കാൻ, പ്രീമിയർ ലീഗ് മാത്രം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് പിന്നെയും പഴയൊരു ബാക്കിലോട്ട് പോകുന്ന ഒരു ഇതാണ്, ഇമോഷൻ ഇപ്പൊ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 സീസണിലും എൻജോയ് ചെയ്തതാണ്. അഫ്കോഴ്സ് നമുക്ക് അവസാനം എത്തിയപ്പോൾ നിരാശ തന്നെയായിരുന്നു ഫലം. പക്ഷെ ഇന്നലത്തെ ഒരു മത്സരം കണ്ടിട്ട് ഞാൻ വാച്ചലോങ് പോയിരുന്നു, ബ്രോ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്കും ഫ്രസ്ട്രേഷനും സങ്കടം ഒക്കെ വന്നൊരു മാച്ചായിരുന്നു. അതിന്റെ അവസാനം ഞാൻ പറഞ്ഞു, ആർസണലിന് ഇപ്പൊ ജയിച്ചാലും കാര്യമില്ല, ആ ഒരു ഫ്രസ്ട്രേഷനും സങ്കടവും മാറാത്തൊരു സാഹചര്യം. നമുക്ക് അത്രയ്ക്കും ഈ ടീം എങ്ങനെയാണ് നന്നായിട്ട് കളിക്കുന്നതെന്ന് നമ്മൾ കണ്ണോട് ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഇങ്ങനത്തെ ഒരു പെർഫോമൻസ്, അതും ട്രാൻസിഷൻ ഫേസിൽ കളിക്കുന്ന യുണൈറ്റഡ്, 10 പേരായിട്ട് ചുരുങ്ങിയ യുണൈറ്റഡിനെതിരെ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ശരിക്കും ഉണ്ടായിരുന്ന ആ ഹോപ്പൊക്കെ പെട്ടിയിൽ കെട്ടിപ്പൂട്ടിയ ഒരു അവസ്ഥയിലേക്ക് മാറി നമ്മൾ. ഇനിയിപ്പോ അഗൈൻ ഫ്രം സീറോ അഗൈൻ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു തോന്നി തുടങ്ങി ടീം ഇപ്പോ. അല്ല, സീറോ, എനിക്ക് ആ ഒരു അവിടെ മാത്രം ഒരു കാര്യം പറയാം. സീറോ എന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിഞ്ഞ 2 സീസണുകളായിട്ട് ക്ലിയർ കട്ടായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം, സിമ്പിൾ. ഇപ്പൊ നമ്മളൊരു സംഭവം, എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലിയർ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ക്ലിയർലി അറിയാവുന്ന ഒരു ഭാഗമാണ് സ്ട്രൈക്കർ അല്ലെ ഫ്രണ്ട് ലൈൻ അഡീഷൻ. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് എപ്പോഴും ഉണ്ടായ ഒരു പ്രശ്നം. ആ ഒരു സംഭവം സോൾവ് ചെയ്യാണ്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് ഈ മിഡ്ഫീൽഡിലോ അഡീഷനോ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ എന്താണ് അരുൺ, അത് കറക്റ്റ് ആണോ? ലൈക്ക് ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെന്റർ ഫോർവേഡ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, എന്താണ് അവിടെ പറയാനുള്ളത്? ഞാൻ ആക്ച്വലി ഇപ്പൊ ഒരു ട്വീറ്റ് വായിച്ചിങ്ങനെ വെച്ചതാണ്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പൊ ആ ട്വീറ്റ് പറഞ്ഞെന്താ പറഞ്ഞാൽ, നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടത് ഒരു സ്ട്രൈക്കർ അല്ല, ഒരു പ്രൊലിഫിക് സ്ട്രൈക്കർ അല്ല, പകരം ഒരു നല്ല വിങ്ങറാണ്. നല്ല വിങ്ങേഴ്സും അത്രയും നല്ല നമ്പർ 8സും ആണ് നമുക്ക് വേണ്ടത് എന്നാണ് ഞാനിപ്പോ ഒരു ട്വീറ്റ് വായിച്ചത്. ലൈക്ക് എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതെന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. ഞാൻ 2022 സീസണിലും കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ആലോചിച്ചു. ആ സമയത്ത്
ഞാൻ നോക്കുമ്പം നമുക്ക് കഴിഞ്ഞ സീസണോ അതിന് മുന്നത്തെ സീസണോ നമുക്ക് സ്ട്രൈക്കർ ഇല്ലാഞ്ഞിട്ടും നമുക്ക് ഏകദേശം നമ്മൾ നല്ല 90-ന് മുകളിലൊക്കെ ഗോൾ അടിക്കുന്നുമുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്രൂഷ്യൽ മൊമെന്റിൽ ക്രഞ്ച് ടൈമിൽ ഗോൾ അടിക്കുക അല്ലെങ്കിൽ ആ ഒരു ചാൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം. അത് എനിക്കിനി ആർട്ടറ്റയുടെ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക് കളി നല്ലതാകുമ്പോൾ നമ്മൾ വി ആർ ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യൂറോപ്പ്. എല്ലാ ഡിഫെൻസീവ്ലി ഡിഫെൻസീവ്ലി നമ്മൾ മോശമായിട്ട് കളിക്കുമ്പോൾ ആക്ച്വലി ഡിഫെൻസീവ്ലി നമ്മൾ സോളിഡ് ആണ്. ഈ കഴിഞ്ഞ ഒരു കളിയിലും നമുക്ക് ഡിഫൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. ദേ ആർ പ്ലേയിങ് ബെസ്റ്റ്. ഒരു ഹയർ ലെവൽ സ്റ്റാൻഡേർഡ്സിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിഫൻസ് ഞാനൊക്കെ കണ്ട സമയം തൊട്ടൊന്നും ഞാൻ ഇങ്ങനത്തെ ഡിഫൻസ് ഇത്രയും സോൾഡ് ആയിട്ട് ഡിഫൻസ് പോലും കണ്ടില്ല. പക്ഷെ നമ്മൾ ഗോൾസ് ലീക്ക് ചെയ്യുന്നുണ്ട്. റീസൺ ഈസിയാണ്. നമ്മൾ ഫ്രണ്ടിൽ സ്കോർ ചെയ്യാത്തതുകൊണ്ട് ഗെയിമിന്റെ മൊമെന്റത്തിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഗെയിമിന്റെ മൊമെന്റം കാരണം അവർ എന്തെങ്കിലും ഒരു ചാൻസ്, എന്നാലും ബ്രൂണോയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ സക്കർ പഞ്ച് പോലത്തെ ഒരു സാധനമായിരുന്നു. എക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫിലെ നമ്മുടെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു ഗ്രൂവിലാണോ കളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിതം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. സ്കോർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷറിലാവും. പിന്നെ നമ്മുടെ പ്ലേയേഴ്സിന് എന്തോ ഒരു ബ്ലോക്കാണ് ഫുള്ള്. പിന്നെ അവർ ക്രിയേറ്റീവായിട്ട് കളിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അവർ ആ ടാക്ടിക്സ് എന്താണോ സാറ് പഠിപ്പിച്ചത് അതിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരും. അങ്ങനെ ചെയ്ത് എവിടെ എത്തത്തില്ല. ലൈക്ക് ഇപ്പൊ സാക്ക ഉണ്ടായിരുന്ന സമയം, ഇപ്പൊ മാർട്ടിനെ നമുക്ക് സാക്ക ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ സാക്ക ഫ്രണ്ടിൽ കളിക്കുന്നതുകൊണ്ട് സാക്ക ഡിസിസീവ് പ്ലെയർ ആണ്. പുള്ളിക്ക് ഒരു ഗോള് സ്കോർ ചെയ്യാൻ ചാൻസ് കിട്ടിയ പുള്ളി 8 out of 10 9 out of 10 അത് ഗോളായിരിക്കും. പക്ഷെ ഈ സാക്ക എവിടെയെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ കളിയും സാക്ക ഗോൾ അടിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ വിചാരിക്കും ഓഡെഗാർഡ് ഇഞ്ചേർഡ് ആയതുകൊണ്ടാണ്. ഓഡെഗാർഡിന്റെ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ കളികളിലൊക്കെ ഓഡെഗാർഡ് ഇല്ലാത്തതിന്റെ ഒരു ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി. ഓഡെഗാർഡ് തിരിച്ചു വന്നതോടെ നമ്മുടെ ആ ഒരു ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി മാറി നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആയി വന്നു. ഓഡെഗാർഡ് അപ്പത്തേക്ക് സാക്ക വീണ്ടും ഇഞ്ചേർഡ് ആയി. ദാറ്റ് ഈസ് ഡൗൺ ടു ദ ഇഞ്ചുറീസ്. പക്ഷെ ഇഞ്ചുറീസിനെ മൊത്തത്തിൽ നമുക്ക് പഴിചാരാൻ പറ്റില്ല. കാരണം ആസ് എ മാനേജർ യു ആർ ഗോയിങ് ഫോർ എ ടൈറ്റിൽ, യു ഹാവ് ടു മാനേജ്. ആ ഒരു കോഡിനെ മാനേജ് ചെയ്ത് ആ ഒരു രീതിയിൽ കളിപ്പിക്കാൻ നിങ്ങൾക്ക് ആവണം. ഒരേ ഒരു ഇത് മാത്രം നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് ഒരു ഇൻഎക്സ്പീരിയൻസ് മാനേജറിന്റെ ഒരു ലക്ഷണമാണ് ആക്ച്വലി അത്. സിമ്പിൾ ആയിട്ട് ഞാനൊരു കട്ട് ഡൗൺ, എനിക്ക് തോന്നിയ കാര്യം ഞാൻ കട്ട് ഡൗൺ പറയാം. ആർസണൽ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യമാണ്, സ്ട്രൈക്കർ ഇല്ല. കഴിഞ്ഞ സീസൺ നമ്മൾ 90 ഗോൾ അടിച്ചു. പക്ഷെ അവിടെ ഒരു 120 ഗോൾ അടിക്കേണ്ട സ്ഥലമാണ് നമ്മൾ. റീസൺ ബീങ് നമ്മൾ അത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് 90 ഗോൾസിൽ ഒതുങ്ങി എന്ന് ഞാൻ പറയും. കാരണം അത്രയും ചാൻസസ് ഓഡെഗാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മിങ് ബാക്ക് ടു ഇന്നലത്തെ കളി, ക്രോസുകൾ കുറെ ഉണ്ടായി. വേർ വാസ് എ സ്ട്രൈക്കർ ടു ഫിനിഷ് ഇറ്റ്. സെന്ററിൽ കുറെ ബോൾ ഈസി ആയിട്ട് പോകുമ്പോഴും അത് ഫിനിഷ് ചെയ്യാൻ ആളില്ല. അവിടെയാണ് സ്ട്രൈക്കർ ഇഷ്യൂ ഞാൻ പറയുന്നത്. പിന്നെ ഡിഫെൻസീവ്ലി നമ്മൾ ലീക്ക് ചെയ്യുന്ന ഗോൾ, നമ്മൾ കഴിഞ്ഞ ഡ്രോ പിടിച്ച കളികളാണെങ്കിലും നമ്മൾ തോറ്റ കളികളാണെങ്കിലും സിമ്പിൾ കാര്യം നോക്കിയാൽ മതി. എവറിത്തിങ് വാസ് ഓപ്പോസിറ്റ് ടീമിന്റെ കൗണ്ടർ. നമ്മൾ സ്ലോ ബിൽഡപ്പ് ചെയ്ത് അവിടെ പോയി സൈഡ് പാസ്, ബാക്ക് പാസ്, സൈഡ് പാസ്, പിന്നെ ഒരു ക്രോസ് ഇടുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി. നമ്മൾ സ്റ്റേബിൾ ആയിട്ട് നിന്നപ്പം അവർ കൗണ്ടർ ഇടുമ്പോൾ പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റുന്നില്ല. അവർ കൗണ്ടർ ഇട്ടു. ആ കൗണ്ടറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഗോൾ അടിച്ചു. അതുകൊണ്ടാണ് ഡിഫൻസ് ലീക്ക് ആവുന്നത്. നോർമലി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻസ് പ്രോപ്പർ ആണ്. ഒരു ഗെയിമിൽ മാക്സിമം നമ്മൾ ഒരു ഗോളിൽ കൂടുതൽ കൺസിഡർ ചെയ്യുന്നുമില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ അല്ല 2 ഗോൾ മാക്സിമം. കുറ്റം പറയുമ്പോ ഡിഫൻസിനെ കുറ്റം പറയില്ല. പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല. സിമ്പിൾ ആസ് ദാറ്റ്. അതിന് ഇവിടെ ഇപ്പൊ ആർച്ചറ്റിനെ മാത്രം കുറ്റം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആർച്ചറ്റ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പ്ലേയേഴ്സ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബോർഡ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പറയുന്ന ഫാൻസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഫാൻസും അല്ല. ഫാൻസിന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആർസണൽ പ്ലേയേഴ്സിന്റെ വളരെ ചുരുക്കമാണ്. റീസൺ ചുരുക്കമല്ല, ആക്ച്വലി അത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി ഇന്നലെ കായ് ഹാവേർട്സിന്റെ വൈഫിന് ഒരു എത്ര അബ്യൂസീവ് കാര്യങ്ങളൊക്കെ ലഭിച്ചു. ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ്റ്റിംഗ് ആണ് നമ്മുടെ ഫാൻ ബേസിനോട്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം കായ് ഹാവേർട്സ് ഒരു 4-5 കളി അടുപ്പിച്ച് ഗോൾ അടിച്ചപ്പോ കിങ് കായ് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ബ്രൂട്ടൽ സിറ്റുവേഷനിൽ അവന് ശരി സപ്പോർട്ട് കൊടുക്കേണ്ട, അവന്റെ ക്രിറ്റിസിസം പറഞ്ഞു, പ്ലെയറിനെ ക്രിറ്റിസൈസ് ചെയ്തു, പ്ലെയറിനെ തെറ്റ് പറഞ്ഞു.
ഓക്കെ അവൻ കളിച്ചില്ല, അവന്റെ മിസ്റ്റേക്ക് ആണ്, അവൻ റീപ്ലേസ്മെന്റ്. പേഴ്സണലി അബ്യൂസിങ് എ പ്ലേയേഴ്സ് ഫാമിലി വിച്ച് ഇസ് നോട്ട് ഗുഡ്. അതാണ് ഞാൻ പറഞ്ഞ അബ്യൂസ് അല്ല, അത് ത്രെറ്റനിങ് ആയിരുന്നു ശരിക്കും. അതെ, അതെ, അതെ. ത്രെറ്റനിങ് Very ആയിരുന്നു bad, മെസ്സേജ്. very അതും വായിച്ചാൽ നമുക്ക് സോഷ്യലി ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബ്രൂട്ടാലിറ്റി പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. അതെ. അതിന്റെ അത് മനസ്സിലാക്കണം, FA കപ്പ് 3rd റൗണ്ട് മത്സരമാണത്. വേറെ FA കപ്പ് ഫൈനലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലോ ഒന്നും അല്ല. FA കപ്പ് 3rd റൗണ്ട് മത്സരത്തിൽ നടന്നൊരു ബാഡ് റൺ ഓഫ് ഫോമിന്റെ പേരിലാണ് ആ ത്രെറ്റനിങ് വരുന്നത്. ഇതിപ്പോ ഇതിനു മുമ്പുള്ള പ്ലേയേഴ്സും ആർസണലിൽ കളിച്ചുള്ള പ്ലേയേഴ്സും ഇത് ആരോപിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ കാര്യമല്ല അത്. അതെ അതെ. ഇതിപ്പോ നമ്മുടെ ഫാൻസ് മാത്രമല്ല, എല്ലാ ഫാൻസിന്റെ ക്ലബിലും വലിയ ക്ലബ് ഫാൻ ബേസ് ഉള്ള എല്ലാ ഇതിനുമുള്ള ഒരു പ്രശ്നമാണ് ഇത്. ബട്ട് ദാറ്റ്സ് വെരി ഡിസ്കസ്റ്റിംഗ്. അപ്പൊ ഈ പറയുന്ന അരുൺ ബ്രോ പറഞ്ഞ ഒരു കാര്യത്തില് വിങ്ങേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈക്കിളില് 2020 ആ ഒരു മിക്കൽ ആർട്ടറ്റ വരുന്ന ഒരു സമയത്ത് നമ്മുടെ ഗെയിം സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത് കാലിൽ നിൽക്കുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് പോലും പാസ് പിടിക്കാൻ പോലും നിൽക്കാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു നമ്മൾ നിന്നിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഇന്നലത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പന്ത് നമ്മുടെ കാലുകളിൽ തന്നെയുണ്ട്. യുണൈറ്റഡ് അങ്ങനെ കൺട്രോൾ ഒന്നും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായില്ല. മത്സരത്തിന്റെ കൺട്രോൾ ഇപ്പോഴും ആർസണലിന്റെ കാലുകളിൽ തന്നെയാണ്. ഡിഫൻസീവ്ലി ദീപക് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഡിഫൻസീവ്ലി ഒന്നും ടീമിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. അറ്റ് ദി എൻഡ് ആ ബോക്സിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വിങ്സിലേക്ക് എത്തുന്നു. അതിനുശേഷം ബോക്സിലേക്ക് ഒരു പന്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് കൂടുതലായിട്ട് ബോക്സിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് ഒരുതരം ഫ്രീസ്ഡ് ആണ്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ സാറിന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ ഈ പ്ലേയേഴ്സ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആസ് എ ടീം നമുക്ക് വിഷമം വരുന്നത്. കാരണം ഈ പറയുന്ന പ്ലേയേഴ്സ് ആരും ചാമ്പ്യൻഷിപ്പ് ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് തന്നെയാണ്. ഓക്കെ ഫൈൻ, ബട്ട് ഇവൻ ഇറ്റ്സ് സേയിങ് കായ് ഹാവേർട്സ് ജർമ്മൻ നാഷണൽ ടീം പ്ലെയർ ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ നോക്കിയാൽ ഓഡെഗാർഡ് അടക്കം ഞാൻ പറയുകയാണ്, ഇവരൊക്കെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ, അതും ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഏറെക്കുറെ ഒരു സിമിലർ സിറ്റുവേഷൻ, ഇതേപോലെ ബോക്സ് ഓവർ ക്രൗഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അതിന് അവിടെയും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം എഗെയിൻ ഈ ഒരു മാച്ച് വന്നത്. എഗെയിൻ ആ സിനാരിയോ വന്നിട്ടും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ നമ്മുടെ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മളും ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, കോച്ചിനെയാണോ പ്ലേയേഴ്സിനെയാണോ? നമ്മളും അത്യാവശ്യം കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ എന്തായാലും ആർസണലിന് ഒരു സ്ട്രൈക്കർ വേണം എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ തുടങ്ങി തന്നെ വളരെ തെളിവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ 90 ഗോൾ കഴിഞ്ഞ സീസണിൽ അടിച്ചു, എന്നിട്ട് അവസാനം നമുക്ക് കപ്പ് കിട്ടിയോ? കപ്പ് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് ഇമോഷണൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആസ്റ്റൺ വില്ല ആയിട്ട് നമ്മുടെ ഹോം ഗെയിം തോറ്റതാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞു. ആസ്റ്റൺ വില്ല ആയിട്ട് അതിനു മുമ്പ് ആ സീസണിൽ തന്നെ അതിനു മുമ്പുള്ള മത്സരം നമ്മൾ തോറ്റിരുന്നു. അവിടെയും പോയിന്റ്സ് നേടാമായിരുന്നു. സത്യം പറഞ്ഞു ആസ്റ്റൺ വില്ല ഗെയിം നമുക്ക് ജയിക്കായിരുന്നു. ഒരു സ്ട്രൈക്കർ ആസ്റ്റൺ വില്ലയുടെ ഫസ്റ്റ് ലെഗ് മാച്ച് ഞാൻ ശരിക്കും കണ്ടുപോലും ഇല്ല. ആ സമയത്ത് ആസ്റ്റൺ വില്ലയുടെ ഫസ്റ്റ് ലെഗ് മാച്ച് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഏതോ നൈറ്റ് ആയിരുന്നു മത്സരം, ഞാൻ സമയം നാട്ടിലുള്ള സമയമാണ്. രാവിലെ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഫോൺ എടുത്ത് നോക്കുന്നത് എത്ര ഗോൾ, കാരണം ആ സമയത്ത് ആസ്റ്റൺ നല്ല ഫോമിലായിരുന്നു. എത്ര സ്കോറിലേക്കും ജയിച്ചേക്കണെന്ന് നോക്കുമ്പോഴാണ് അറിയണോ നമ്മൾ തോറ്റല്ലേ എന്നുള്ള കാര്യം അറിയുന്നത്. പിന്നീട് അതൊരു റിപ്പീറ്റേഷൻ പോലെ നമുക്ക് പിന്നെയും കിട്ടി പണി. ആ പോയിന്റ്സ് അവിടെ ഡ്രോപ്പ് ചെയ്തതാ. ഇപ്പൊ 90 നേരത്തെ ദീപക് ബ്രോ പറഞ്ഞ പോലെ 120 ഗോൾ അടിക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ 90 അടിച്ചത്. മേ ബി ആ 120 അടുത്തേക്ക് നമ്മൾ എത്തിയിരുന്നെങ്കിൽ, വിത്ത് സ്ട്രൈക്കർ എത്തിയിരുന്നെങ്കിൽ മേ ബി കഴിഞ്ഞ സീസൺ തന്നെ നമ്മൾ കപ്പ് ഉയർത്തിയാണ്. ആ ഒരു സ്ട്രൈക്കറിന്റെ അഭാവം മനസ്സിലാക്കാൻ നമ്മുടെ ക്ലബിനെ ഫോളോ ചെയ്യുന്ന ഫാൻസ് നമ്മളെ പോലുള്ളവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ടീം മാനേജ്മെന്റിന് അത് കഴിയുന്നില്ല എന്നുള്ളത് തന്നെ വളരെയധികം ഒരു മിസ്റ്ററിയാണ്. എന്തുകൊണ്ട് ഇപ്പോഴും ആർസണലിൽ ഒരു സ്ട്രൈക്കർ ഇല്ല, ഒരു പ്രൊലിഫിക് സ്ട്രൈക്കർ ഇപ്പോഴും ആർസണലിൽ ഇല്ല, ഫ്രണ്ട് ലൈനിൽ ഇല്ല എന്നുള്ളത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും മിസ്സിംഗ് എന്ന് പറഞ്ഞ വിങ്ങേഴ്സ് ഒന്നും മിസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പന്ത് വിങ്സിലൂടെ മുന്നേറായതൊന്നുമില്ല. ബുക്കായ ലെവലിലൊന്നും പന്ത് ഇപ്പൊ സ്റ്റെർലിംഗ് ഒക്കെ കളിച്ചപ്പോഴും അത്ര ഗംഭീരമായിട്ടില്ലെങ്കിലും സ്റ്റെർലിംഗ് നല്ലൊരു വർക്ക് റേറ്റ് ഇന്നലെ പുറത്തെടുത്തു. ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല, അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. സോ ബോക്സിനകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ക്രിയേറ്റിവിറ്റി ഇഷ്യൂ അവിടെയാണ് പ്രശ്നം. ഒരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് ആർട്ടറ്റയിൽ കുറ്റം പറയാൻ തോന്നുന്നത്. എന്തുകൊണ്ട് സ്റ്റെർലിങ്ങിനെ സൈൻ ചെയ്തിട്ട് സാക്കയ്ക്ക് ഇത്രയും കുറെ കളികളിൽ സാക്കയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന സ്ഥാനത്താണെങ്കിൽ എന്താണെങ്കിലും ലെഫ്റ്റിൽ ഇറക്കുന്ന സ്റ്റെർലിങ്ങിനെ എന്തുകൊണ്ട് റൈറ്റിൽ നമ്മൾ ട്രൈ ചെയ്തില്ല? ലെഫ്റ്റിൽ നമുക്ക് ട്രൊസാർഡും മാർട്ടിനെല്ലിയും മാറി മാറി കളിക്കാനുള്ള സമയത്ത്
90 മിനിറ്റ്സ് സാക്കേനെ കളിപ്പിക്കുന്ന അവിടെ ഒരു 70th മിനിറ്റ് നമ്മൾ 2 ഗോൾ 3 ഗോൾ ലീഡിലുള്ളപ്പോൾ എന്തുകൊണ്ട് സ്റ്റെർലിംഗിനെ ട്രൈ ചെയ്തില്ല? ഇന്നലത്തെ പെർഫോമൻസ് വെച്ചിട്ട് സ്റ്റെർലിംഗ് വാസ് മച്ച് ബെറ്റർ ഇൻ ദ റൈറ്റ്. അത് ക്ലിയർലി അറിയുന്ന ഇതിന് ഒരു എന്താണ് അത് മീൻസ് സിറ്റിയിലും അങ്ങനെ കളിച്ചിട്ടുണ്ട് പുള്ളിക്ക് അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ കളിച്ച ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെയാണ് ഫസ്റ്റ് ക്രിറ്റിസിസം ടുവേർഡ്സ് ആർച്ചറ്റ. നമ്മൾ സിറ്റിയുടെ ഒരു കാര്യം, നമ്മൾ സിറ്റിയായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് ഇതേപോലെ ടാക്ടിക്സും സിറ്റി ഇതേപോലെയുള്ള ഒരു കൺട്രോൾ ഡോമിനേഷൻ ഇതേ സെയിം സിസ്റ്റത്തിലാണ് അവർ കളിക്കുന്നത്. പക്ഷെ അവർക്കുള്ള ഒരു ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ കെവിൻ ഡി ബ്രൂയിനയുടെ ചില ബോൾസ് ഉണ്ട്, അതൊന്നും ടാക്ടിക്കലി ഉള്ള ബോൾസ് അല്ല, അതൊക്കെ അത് അയാളുടെ ചിന്തയിലുള്ള ബോൾ. പക്ഷെ അതുപോലത്തെ പല ബോൾസും ഒഡേഗാർഡ് ഇടുന്നുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി അധികം ചാൻസസ് ഒഡേഗാർഡ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പലതും കഴിഞ്ഞ സീസണിലായിക്കോട്ടെ ഈ സീസണിലായിക്കോട്ടെ ആൾക്കാരും നമ്മുടെ പ്ലേയേഴ്സ് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ട്രൈക്കറിന്റെ അഭാവമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റം ഏറെക്കുറെ 2 സീസണായിട്ട് ഇത് കളിച്ച് ആൾക്കാർക്ക് അവർക്ക് മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്. നമ്മളൊരു വിങ്ങറിനോട് പാസ് ചെയ്ത് ഒരു അണ്ടർലാപ്പ് നമ്മുടെ റൈറ്റ് ബാക്സിലോ ഫുൾ ബാക്സ് ആരെങ്കിലും പോയി ഓവർലാപ്പോ അണ്ടർലാപ്പോ ചെയ്ത് അവിടെ റൊട്ടേഷൻ ഒക്കെ വെച്ച് അങ്ങനെയായിരിക്കും നമ്മൾ കളിക്കുന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പം ഒരു അത്യാവശ്യം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്താൽ, മിസ്റ്റേക്ക് ഒന്നും വരുത്താതിരുന്നാൽ, ഒരു ഫസ്റ്റ് ഹാഫ് 50-60 മിനിറ്റ്സ് വരെ ഗോള് കൺസീഡ് ചെയ്യാണ്ടിരുന്നാൽ നമ്മളെ ഈസി ആയിട്ട് പൂട്ടാൻ പറ്റും. കാരണം അറ്റാക്കിങ്ങിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. റീസൺ ബീങ് ഈ സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ ഒരു അഭാവമാണ്. അതല്ലെങ്കിൽ യൂണിറ്റ് ആ ലെവൽ ഓഫ് വിങ്ങേഴ്സ് വേണം. അതായത് ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പൊ പറയുന്നത് റാഫേൽ ലിയാവോ പോലത്തെ ബോൾ ക്യാരി ചെയ്യാൻ പറ്റണം. അതായത് സിസ്റ്റമിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഔട്ട് ഓഫ് ദി ബോക്സ് കളിക്കാൻ പറ്റുന്ന ഒരു വിങ്ങർ വേണം. അല്ലെങ്കിൽ നമ്പർ 8 ആയിട്ട് ഇപ്പം ഒഡേഗാർഡ് കളിക്കുന്ന അതേ ഇന്റൻസിറ്റിയിൽ ലെഫ്റ്റ് മിഡിൽ മെറീനോ കളിക്കുന്ന പൊസിഷനിൽ ആ അങ്ങനത്തെ ലെവൽ ഓഫ് പ്ലേയേഴ്സ് ഡിബ്രോയിനയുടെ അല്ലെങ്കിൽ പണ്ടൊക്കെ ഡേവിഡ് സിൽവ കളിച്ചിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വളരെ എന്താ പറയാ സ്റ്റൂഡിയസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് മാനേജർ പറയുന്നത് പോലെ അനുസരിക്കാൻ വേണ്ടി മാത്രം പിച്ചിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിഗ്രസ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ബട്ട് ഐ സ്റ്റിൽ തോട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ എക്സ്ട്രാ സംതിങ് ചെയ്യുന്ന ഞാൻ കരുതി. ബട്ട് നോ. എനിക്കിവിടെ മിക്കേൽ ആർട്ടറ്റയുടെ കാര്യത്തിൽ ഈ ഒരു സീസണിലേക്ക് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പ്രിവ്യൂ ചെയ്യുമല്ലോ. അപ്പൊ പ്രിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനോട് ഒരു കൂടുതൽ ചായ്വ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ മാച്ച് ഇപ്പോൾ നമ്മളെ പോലെ ഇങ്ങനെ കളി കാണുന്നവർക്ക് ഇത്രയും കാര്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എതിർ ടീമിന്റെ ടാക്ടിക്കൽ അനാലിസിസ് നടത്തുന്ന അനലിസ്റ്റുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആഴ്സണലിന്റെ റൈറ്റ് വിങ്ങിൽ ഡോമിനേഷൻ യൂസിങ് സാക്ക ഇറ്റ്സെൽഫ്. സാക്ക, ഒഡേഗാർഡ്, ബെൻ വൈറ്റ് ആയിരുന്നു. ഇപ്പൊ ബെൻ വൈറ്റ് മാറിയപ്പോൾ അവിടേക്ക് ജൂലിയൻ ടിംബറാണ് വരുന്നത്. പക്ഷെ ബെൻ വൈറ്റിന്റെ അത്രയ്ക്കും ഇൻഫ്ലുവൻഷ്യൽ അല്ല ആഫ്റ്റർ ഓൾ. പക്ഷെ ആ റൈറ്റ് വിങ്ങിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ആഴ്സണലിന്റെ കളി കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ലെഫ്റ്റ് വിങ്ങിലേക്ക് എന്തുകൊണ്ട് വന്നില്ല? അവിടെയാണ് ചോദ്യം വരുന്നത്. ഇപ്പൊ റൈറ്റ് വിങ് ഒന്ന് ബ്ലോക്ക് ചെയ്താൽ കൂടുതൽ മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് മിഡ്ഫീൽഡേഴ്സിനെ ഇറക്കി കളിപ്പിച്ച് റൈറ്റ് വിങ്ങിൽ സാക്കയുടെയും ഒഡേഗാർഡിന്റെയും മൂവ്മെന്റ്സ് ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം മൂവ്മെന്റ് എന്തുകൊണ്ട് ലെഫ്റ്റിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ ആഴ്സണലിന് പറ്റുന്നില്ല? അവിടെ ഒരു പ്ലാൻ ബിയുടെ ഒരു കുറവ് ശരിക്കും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിങ്സിൽ കൂടെയുള്ള അറ്റാക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് വിചാരിക്കും. അവര് ലോ ബ്ലോക്ക് പിടിച്ചു. ഇതുവരെ ആഴ്സണലിന് മിക്കേൽ ആർട്ടറ്റയ്ക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ബി നടത്തി സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ സെറ്റ് പീസ് FC എന്നുള്ളൊരു പേരിൽ പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സീസൺ തുടങ്ങി ആദ്യത്തെ ഒരു 2 മാച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡെക്ലാൻ റൈസ് റെഡ് കാർഡ് ഇടുന്ന മാച്ചാണ്. ബ്രൈറ്റൺ ആയിട്ടാണ് തോന്നുന്നത് ഫസ്റ്റ് ഡ്രോ എന്ന് പിടിച്ചത്. പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. അന്ന് നമ്മളിൽ ആനക്കാരിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആർസണൽ ടൈറ്റിൽ റേസിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് പീസ് FC എന്നുള്ള ആ ഒരു പുകമറയിൽ കാര്യങ്ങൾ കുറെയൊക്കെ അങ്ങോട്ട് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ യുണൈറ്റഡിന് December 4 അവർ വന്നിരുന്നല്ലോ, എമിറേറ്റ്സിൽ വന്നിരുന്നല്ലോ, അവരുടെ ഫസ്റ്റ് മാച്ച്. ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ആ 2 സെറ്റ് പീസ് ഗോളിനാണ് ആർസണൽ രക്ഷപ്പെട്ടു പോയത്. ശരിക്കും 2 ഗോളിന്റെ വിജയം നേടി എന്ന് പറഞ്ഞാലും ഓപ്പൺ പ്ലേന്ന് കാര്യമായിട്ട് ചാൻസസ് ക്രിയേറ്റ് ആർസണലിന് പറ്റിയിട്ടില്ല. സോ ആർസണലിന് അത്യാവശ്യം നന്നായിട്ട് മറ്റുള്ള ടീമുകൾ പഠിച്ചു കഴിഞ്ഞു. വിങ്സിലൂടെയുള്ള അറ്റാക്സ് എങ്ങനെയാണ്, അവരുടെ അറ്റാക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നേരത്തെ അരുൺ ബ്രോ പറഞ്ഞ പോലെ ഈ ഡിബ്രൂവിനെ പോലൊരു പ്ലെയർ കൊടുക്കുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് നമ്മുടെ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു സീസൺ എടുത്ത് പറയുകയാണെങ്കിൽ തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഔട്ട് ഓഫ് ദ ബോക്സ് ആ ഒരു മിക്കേൽ ആർട്ടറ്റിനെ പേടിച്ചിട്ടാണെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പറയുന്നത്
ഇപ്പൊ പണ്ട് ബാഴ്സയില് തിയറി ഹെൻറി പറഞ്ഞിട്ടുണ്ട്, പെപ്പ് ഉള്ള സമയത്ത് പെപ്പിനെ വെട്ടിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വെച്ചിട്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, പണ്ടത്തെ ഫണ്ണി സ്റ്റോറി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അതേപോലെ പേടിച്ചിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എനിക്കിപ്പോ ആർസണലിൽ ഇപ്പൊ ഒരു പന്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതിനെ വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലെന്നറിയാം. അത് ചെയ്യണമെന്നില്ല, ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എന്തുസിയാസം കിട്ടും. പക്ഷെ അത് കിട്ടുന്നില്ല ഇപ്പൊ കളിയില്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ കോർണർ FC എന്ന് പറഞ്ഞില്ല അല്ലെ, സെറ്റ് പീസ് FC, ഓക്കെ ഫൈൻ, ലോ ബ്ലോക്ക് ടീമുകൾക്കെതിരെ നമുക്ക് ഓപ്പൺ പ്ലേയിൽ അടിക്കാൻ പറ്റാത്തപ്പം ആർസണൽ കണ്ടുപിടിച്ച ഒരു ടാക്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാമായിരുന്നു സെറ്റ് പീസ് പരിപാടികൾ. പക്ഷേ എനിക്ക് മെയിൻ ആയിട്ട് പ്രശ്നം അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഗബ്രിയേൽ അടിച്ച ആ അറ്റംപ്റ്റ്, ആ ഒരു ഷോട്ട്, ലൈക്ക് ആ ഗോള് പോയ ഷോട്ടില്ലേ, അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ സ്ട്രൈക്കേഴ്സോ അല്ലെ മിഡ്ഫീൽഡേഴ്സോ അല്ലെ വിങ്ങേഴ്സോ എന്തുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല? ഔട്ട്സൈഡ് ദ ബോക്സ് ആരെങ്കിലൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തെന്ന് വെച്ചോ, ഡിഫൻസ് ഒന്ന് പുൾ ചെയ്യും പുറത്തോട്ട്, അപ്പം നമുക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാം. അത് കോമൺ ഒരു സംഭവമാണ്. ഒരു 2-3 ഷോട്ട് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്താൽ മതി. ഇന്നലത്തെ മത്സരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ 10 ആളായിട്ട് ഒരു 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 ആളായിട്ട് യുണൈറ്റഡ് ചുരുങ്ങി. നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് അതുകൊണ്ട് കിട്ടിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇപ്പൊ യുണൈറ്റഡിന്റെ പ്ലേയേഴ്സിനെ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ 10 ആളുണ്ടെന്നല്ലാതെ, ഔട്ട്ഫിറ്റ് പ്ലേയേഴ്സ് 10 ആൾ ഉണ്ടെന്നല്ലാതെ ഒരു രീതിയിലും ഒരു അഡ്വാൻറ്റേജ് ആർസണൽ പ്ലേയേഴ്സിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആ ലോ ബ്ലോക്ക് പിടിച്ചു നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് വിങ്സ് ഷിഫ്റ്റ്, ആർസണലിന്റെ കഴിഞ്ഞ കുറെ സീസണുള്ള ഒരു മേജർ പ്ലേയിങ് സ്റ്റൈൽ ആയിരുന്നു. വിങ്സ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും, പെട്ടെന്ന് വിങ്സ് ഷിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, സ്ലോ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി അടുത്ത അറ്റാക്കിങ് ഇതിനുവേണ്ടി റെഡി ആവാനായിട്ട് ഒപ്പോണന്റ് പ്ലേയേഴ്സിന് പറ്റുന്നുണ്ട്. ഒരു രീതിയിലും ആ ഒരു 10 ആളായി ചുരുങ്ങിയ യുണൈറ്റഡിനെതിരെ കളിച്ചു എന്ന് പറയാനേ പറ്റില്ല. പറഞ്ഞ നാണക്കേടായി പോകും. അതേപോലെയാണ് ആർസണലിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് പ്ലേയേഴ്സ് നോക്കി നിൽക്കുന്ന കാര്യം, മാർട്ടിനെല്ലിയുടെ ഭാഗത്തു നിന്നായാലും 2 വിങ്ങിൽ നിന്നാണെങ്കിലും കുറച്ച് ക്രോസുകൾ വന്നു. ഞാൻ ചില സമയത്തൊക്കെ നോക്കിയാൽ ഇവിടെ ആർസണലിന്റെ പ്ലേയേഴ്സ് എവിടെ അറ്റംപ്റ്റ് ചെയ്യുന്ന, എവിടെ പന്ത് എന്റെ സോണിലേക്ക് വന്നാൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നോക്കി നിൽക്കുന്നതാണെന്ന് തോന്നിപ്പോകും. ഞാൻ ആ കമന്ററിയിൽ അടക്കം കേട്ടു, ഈ ആർസണൽ പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈനിൽ നോക്കി നിൽക്കുകയാണോ എന്നൊരു ചോദ്യം വരെ വന്നുപോയി. ആർസണൽ പ്ലേയേഴ്സിന്റെ ഒരു ഫ്രണ്ട് ലൈനിലുള്ള ഒരു, നമ്മൾ പറയില്ല, ഒരു ഗോൾ അടിക്കാനൊരു ആർത്തി, ഒരു ആക്രമണം എന്നൊക്കെ പറയില്ലേ, അതൊന്നും കാണാൻ ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞില്ല. കിട്ടിയ അവസരങ്ങൾ മുതലാക്കിയില്ല, അത് ഓക്കെ ഫൈൻ. പക്ഷെ അതിന് അപ്പുറത്തേക്ക് അവസരങ്ങൾ വരുമല്ലോ. ആ അവസരങ്ങളിലേക്ക് ഒരു 50-50 ചാൻസ് ആണെങ്കിൽ കൂടി അതിന് കൊടുക്കുന്ന ഒരു സിൻസിയാരിറ്റി കൊടുക്കില്ല നമ്മൾ അറ്റംപ്റ്റിന്. അത് കണ്ടില്ല എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ. അത് കോച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്ലേയേഴ്സിന്റെ ഓൺ മെന്റാലിറ്റിയാണ്. അതിൽ കോച്ചിനെ തള്ളി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ല, പക്ഷെ ഈ കോച്ചിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് അരുണിന്റെ അടുത്ത് അവിടെ ഒരു കോച്ച് ചോദിക്കുന്ന പറഞ്ഞാൽ, ഇത്രയും കളികളായിട്ട് ഒരേ സെയിം പാറ്റേൺ എല്ലാ കളികളും നോക്കി, അവിടെ എന്തുകൊണ്ട് ഡിഫറൻഷ്യൽ ടാക്ടിക്സ് വരാത്തത് എന്തുകൊണ്ട്? മേ ബി പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയതുകൊണ്ട്. അത് മേ ബി പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയെങ്കിൽ ഡിസംബറിൽ അതായെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ ജനുവരി വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? എനിക്ക് ഇന്ന പ്ലേയേഴ്സ് ഡിമാൻഡ് ചെയ്യാത്ത, അത് ആർട്ടറ്റയുടെ കുറ്റമല്ലേ? ആർട്ടറ്റ മാത്രമല്ല, ആർട്ടറ്റയും ബോർഡും റെസ്പോൺസിബിൾ ആണ്. ഇത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ദീപക് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പ്ലെയറിന്റെയോ അല്ലെങ്കിൽ ആ മാനേജറിന്റെയോ മാത്രമല്ല, ഇത് ഒരു എൻറ്റയർ ഇഷ്യൂ ആണ്. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം വെച്ചാൽ, നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോ ഞാൻ ഇങ്ങനെ 2010, 2018, 2019 കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോ ഓക്കെ ഒന്ന് കൂൾ ഡൗൺ ആവും ഞാൻ. കാരണം ആ സമയത്ത് നമ്മള് അല്ല, ഞാൻ ഇന്ന് ഗ്രൂപ്പിലൊക്കെ ഞാൻ മെസ്സേജ് കണ്ടു, ഓബയും ലാക്കിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലീഗ് ജയിച്ചതിനൊക്കെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒബേനെ കുറ്റമൊന്നും പറയില്ല, ഒബ വാസ് വൺ ഓഫ് ദി ക്ലിനിക്കൽ സ്ട്രൈക്കേഴ്സ്. പക്ഷെ ആർട്ടറ്റയുടെ അണ്ടറിൽ ഒബ വാസ് നോട്ട് ക്ലിനിക്കൽ. ഒബയുടെ FA കപ്പ് ജയിച്ചതിൽ ഒരു നല്ലൊരു ഇതുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ ടാക്ടിക്സ് ഡിഫറെന്റ് ആയിരുന്നു, നമ്മുടെ കളി ഡിഫറെന്റ് ആയിരുന്നു. ശരിക്കും ട്രാൻസിഷൻ പോലും ആയിട്ടില്ല നമ്മള്. അതെ ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു അന്ന് ചെയ്യേണ്ട. അതെന്തായിരുന്നു? അപ്പൊ ആക്ച്വലി അങ്ങനത്തെ ഒരു അപ്രോച്ച് കണ്ടപ്പോഴാണ് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയത് ആർട്ടറ്റയില്. ബട്ട് ഒരു പരിധി ഒരു ആർട്ടറ്റ പ്രൂവ് ചെയ്തു, ബട്ട് ഓവർ ദ ലൈൻ കടക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ 2 സീസണായിട്ട്. അതായിരുന്നു നമ്മൾ ഈ സീസൺ പ്രതീക്ഷിച്ചത്. എന്റെ എക്സ്പെക്ടേഷൻ പേഴ്സണലി, എനിക്ക് കഴിഞ്ഞ സീസണിലെ ആ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വി ആർ ഗോയിങ് ഫുൾ ത്രോട്ടിൽ. ഈ സീസൺ നമ്മൾ ഫുൾ ത്രോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു നല്ല പോയിന്റ് ഡിഫറൻസിൽ നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലെവലിൽ കളിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ട്രാൻസ്ഫർ വിൻഡോ വാസ്
ആ ട്രാൻസ്ഫർ വിൻഡോനെ ഞാൻ ആ സമയത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്കറിയത്തില്ല, പല പ്ലേയേഴ്സിനെ ആർട്ടറ്റയുടെ ടീമിൽ വന്നതിന് ശേഷം നല്ലോണം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾ ഹാവേർട്സിനെ നമ്മള് നമ്മള് കുറ്റം പറയത്തില്ല എന്നല്ല, പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ അതെ, ബട്ട് കഴിഞ്ഞ സീസണിലെ ഹാവേർട്സിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് അറിയാം. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് പറയുമ്പോഴും ക്ലിനിക്കൽ അല്ല എന്നുള്ള ഒരു ഇഷ്യൂ കാരണമായിരുന്നു കഴിഞ്ഞ സീസൺ പോയത്. ബട്ട് സോറി, ഞാൻ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് പോയി. ഞാൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരുടെ കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫർ വിൻഡോ നല്ല രീതിക്ക് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗൈൻ ഈ സീസണിലേക്ക് പേഴ്സണലി എനിക്ക് വേറെ ഹോപ്സ് ഒന്നുമില്ല. കാരണം കറബാവോ കപ്പിന് ഇപ്പം നമ്മള് സെന്റ് ജെയിംസ് പാർക്കിൽ പോയിട്ട് അത് നമ്മള് ഒരു റിട്ടേൺ അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വെരി ടഫ്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് എടുത്ത് പറയണ്ട, ഞാൻ എന്റെ പേഴ്സണൽ ഇതെന്ന് പറഞ്ഞാൽ ഫിനിഷ് ഇൻ ദ ടോപ്പ് 3 ആൻഡ് ജസ്റ്റ് ഗെറ്റ് ദ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ വരെയെങ്കിലും എത്താൻ നോക്കുക. അത്രയും ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ ഞാൻ വളരെയധികം ലോവർ ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ബട്ട് എന്റെ കൺസേൺ ഇതാണ്, നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേക്കും മെയിൻ പ്ലേയേഴ്സ് പോവോ ഇല്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ സലീബ പോലത്തെ ഒരു പ്ലെയർ റയൽ മാഡ്രിഡ് വന്നാൽ പോകുമോ? അതാണ് എന്റെ പേടി. എനിക്ക് ഈ സീസൺ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ സീസൺ ട്രോഫി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, നെക്സ്റ്റ് സീസൺ നോക്കാന്ന് നമുക്ക് പറയാം. പക്ഷെ നെക്സ്റ്റ് സീസണിൽ നമ്മൾ ഈ പറഞ്ഞ അറ്റാക്ക് ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ഡിഫൻഡർ ഒരാൾ പോയി കഴിഞ്ഞുള്ള അവസ്ഥ മനസ്സിലായി. കഴിഞ്ഞ സീസൺ ഗബ്രിയേൽ പോവാൻ നിന്ന അവന് ഓഫേഴ്സ് വന്നായിരുന്നു സൗദിയിൽ നിന്ന് തന്നെ, പോവാൻ നിന്ന അവനെ പിടിച്ചു നിർത്തി. ഓക്കെ ഫൈൻ. സലീബേനെ അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഡോറിൽ മുട്ടാൻ വരുന്ന റയൽ മാഡ്രിഡ് ആണെങ്കിൽ അങ്ങനെ ഈസി ആയിരിക്കില്ല. ഒരു തോൽവിയോടും കൂടി കഴിഞ്ഞപ്പോ മിക്കവാറും റയൽ മാഡ്രിഡ് ഡിഫൻസിൽ നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ്. കളി ഞാൻ കണ്ടപ്പോ അത്രയ്ക്കും ഡിഫൻസ് അവരുടെ റുഡിഗർ ചാമണി കൂട്ടിയിട്ട് വളരെ മോശമായിരുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി അവർ ഡിഫൻസ് ശക്തിപ്പെടുത്താനുള്ള ചാൻസ് കൂടുതലാണ്. സാലിബ പോലെ ഒരു പ്ലെയറിനെ വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ സാലിബ വരെ ചിന്തിക്കും. റയൽ മാഡ്രിഡ് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയും ആഴ്സണലിന്റെ അവസ്ഥയും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. ലെജൻഡറി കരിയറാണ് റയൽ മാഡ്രിഡിൽ വെയിറ്റ് ചെയ്യുക. സോ സാലിബ പോയാലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന സ്കീമിന്റെ ഒരു വാക്യത്തിന്റെ പുറകിലാണ് ഈ പ്ലേയേഴ്സ് ഒക്കെ അണിനിരുന്നത്. പക്ഷെ പ്രോസസ് ഇപ്പോഴും മെച്ചം കണ്ടിട്ടില്ല. ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതും പകുതി എത്തിയതും 70% അടിപൊളിയായിട്ടാണ് പോയത്. ഈ പ്രോസസ്സ് ഫിനിഷ് ചെയ്യില്ലേ, നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് വരുമല്ലേ, ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ്, അവിടെയാണ് പ്രശ്നം വന്നത്. പ്രൊജക്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു, ആ ഫ്ലോ മര്യാദയ്ക്ക് കൊണ്ടുപോയി. ഈ പെട്ടെന്ന് പ്രൊജക്ടിന്റെ ഒരു ഫേസ് വന്നപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ജമ്പും കിട്ടി. അത് ആ രീതിയിൽ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസൺ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നത് ടോപ്പ് 4 ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ സീസൺ ഒരു സെക്കൻഡ് വന്നിരുന്നെങ്കിൽ ഈ സീസൺ നമ്മൾ കഴിഞ്ഞ സീസണിലെ പോലെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് അടുത്ത സീസൺ നമ്മൾ ടൈറ്റിൽ അടിക്കും എന്ന് ഉറപ്പ് വന്നേനെ. ബ്രോ അതിനകത്ത് എനിക്ക് ചെറിയൊരു കറക്ഷൻ അല്ല, എനിക്ക് കുറച്ചും കൂടി തോന്നിയത് നമ്മൾ 2021-22 സീസണിൽ അവസാന 3 മത്സരങ്ങളിൽ നിന്ന് നമ്മൾ ആ ടോപ്പ് 4 മിസ് ചെയ്ത് താഴേക്ക് പോയല്ലോ. അതെ, അവിടെ ടോപ്പ് 4 കയറിയിരുന്നായിരുന്നെങ്കിലും ചിലപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി എക്സ്പോഷർ പ്ലേയേഴ്സിന് കിട്ടിയേനെ, കോർ പ്ലേയേഴ്സിന് എക്സ്പോഷർ കുറച്ചും കൂടി കിട്ടിയേനെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം പിന്നീട് ആ സീസണിൽ യൂറോപ്പ ലീഗ് കളിച്ച് 5ാമത് നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മൾ പിന്നെയുള്ള സീസണിൽ യൂറോപ്പ ലീഗ് കളിച്ച് വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷ ടോപ്പ് 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ സമയത്താണ് നമ്മൾ സെക്കൻഡിലേക്ക് ഒരു ജമ്പ് കൊടുത്തത്. ആദ്യമേ ആ 21-22 സീസണിൽ തന്നെ നമ്മൾ ആ ഒരു ടോപ്പ് 4 എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. കൊണ്ട് കാലോടച്ചാണ് അവസാന ടോട്ടൻഹാം ഹോട്ട്സ്പറിനെതിരെയും ന്യൂ കാസിലിനെതിരെ 3-0 തോൽവിയൊക്കെ മേടിച്ച് തുറച്ചു കളഞ്ഞാണത്. അവിടെ ആ ഒരു ടോപ്പ് 4 ഫിനിഷ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അണ്ടർ എക്സ്പോഷർ പ്ലേയേഴ്സിന്റെ കുറഞ്ഞേനെ, കുറച്ചും കൂടി പ്ലേയേഴ്സ് റെഡി ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമുക്ക് ജമ്പ് തന്നെ കിട്ടിയത്, അൺഎക്സ്പെക്ടഡ് ജമ്പ് തന്നെ നമുക്ക് കിട്ടിയത്. ആ അൺഎക്സ്പെക്ടഡ് ജമ്പ് നമുക്ക് കഴിഞ്ഞ സീസൺ കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടി സെക്കൻഡ് ഫിനിഷ് ചെയ്തു. ഓക്കെ ഫൈൻ, അക്സെപ്റ്റഡ്. ആ ഒരു സെക്കൻഡ് ഫിനിഷ് കഴിഞ്ഞ സീസൺ കോൺഫിഡന്റ്ലി നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്തതിന്റെ സിറ്റുവേഷനിലാണ് ഇപ്രാവശ്യം ടൈറ്റിൽ അടിച്ചേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ നമ്മൾ എത്തി. അത് ഫാൻസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, പ്ലേയേഴ്സിന്റെ അടുത്ത് എക്സ്പെക്ടേഷൻ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവര് തന്നെ നമ്മളെ ഇവിടെ വരെ എത്തിച്ചതാണ്.
അല്ല, So they are ഫാൻസ് കാത്തിരിക്കേണ്ടിടത്തോളം കാത്തിരുന്ന് കഴിഞ്ഞു. നമ്മൾ ശരിക്കും അതെ. ഇപ്പൊ ഇതാകുന്നതല്ല, ചില ചെൽസി ഫാൻസ് ഒക്കെ പറയുന്ന പോലെ ടെഡ് ബോലി വന്നു, കാശ് കുറെ ഇറക്കി, ഞങ്ങൾക്ക് ഇപ്പൊ കപ്പ് വേണം എന്ന് പറയുന്ന പോലെ ഒന്നും അല്ല. ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്ത് കാണേണ്ടതൊക്കെ കണ്ട് തന്നെയാണ് അതെ ആർസണൽ അതെ ഫാൻസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ നൗ അതെ ഇറ്റ്സ് ടൈം ഫോർ ട്രോഫി. അത് അതെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയോ മെന്റാലിറ്റിയോ ഇപ്പൊ കോച്ചിന്റെ ഭാഗത്തുനിന്നായാലും പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഓക്കെ. പറഞ്ഞ പോലെ ജനുവൻ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയിപ്പോ വേറെ വലിയ അത്ഭുതങ്ങളൊന്നും ഈ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇപ്പൊ വേണ്ടത് ഇപ്പൊ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക്, സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതെന്തായാലും ജനുവൻ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും കിട്ടില്ല. സോ ഈ അതിന് വലിയ എം അത്ഭുതങ്ങളൊന്നും അല്ല ഇപ്പൊ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആരാണ് കൂടുതൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു എംബോമോ എന്ന് പറഞ്ഞ പ്ലെയർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ആ എടുക്കും, നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. എംബോമോ ആണ് നമ്മുടെ സ്ട്രൈക്കർ ആയിട്ട് വരുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? റീസെന്റ് നല്ല ഫോം തന്നെയാണ്. പക്ഷെ ഞാൻ കാരണം ഞാൻ കുറെ ഇത് കാണുന്നുണ്ട് ഒരുപാട്. ഇപ്പൊ എംബുമ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ ഹോപ്സ് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും ഇപ്പോ മറ്റുള്ള സീസണുകൾ പോലെയാണെങ്കിൽ, തൊട്ട് മുമ്പുള്ള സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഓക്കെ നമുക്ക് ആ ടോപ്പ് 4 പിടിച്ചിരിക്കണം തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉള്ള ടൈം ലൈനിൽ ആർസണൽ ട്രോഫിക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യേണ്ടത്. സോ ഇപ്പൊ എംബുമനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എംബുമ എങ്ങാനും ഇനിയുള്ള ഒരു 5 മാസങ്ങൾ നല്ല രീതിയിൽ ഗോൾ അടിച്ചാലോ, മേ ബി അതായിരിക്കും ആർസണലിന് കിട്ടുന്ന ഒരു പഞ്ചെങ്കിലോ. അതെ, പക്ഷെ ഈ പറഞ്ഞ അതെ, അത് മിസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക്. രണ്ട് കൈയും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ആകെ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോടെ, എംബുമോ ലെറ്റ്സ് സേ ഒരു 10 ഗോൾ അടിച്ചെന്ന് വെച്ചോ. നമുക്ക് ഈ സീസൺ എന്തേലും ലൈക്ക് ടൈറ്റിൽ റേസോ എന്തേലും, അത് വിട്, ടൈറ്റിൽ റേസ് ഒന്നും അല്ലെ, 10 ഗോൾ അടിച്ചു. കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ പൊക്കിയെടുത്തു. ഈ ഗോൾലെസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഗോൾ അടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പൊക്കി. അവിടെ നെക്സ്റ്റ് സീസണിൽ എംബുമോയിൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ടേം മേജർ സൈനിങ് ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് വരാൻ പോകുന്ന പ്രശ്നം. ഇപ്പൊ അതാണ് ജിസൂസിന് പറ്റിയത്. ജിസൂസിനെ ട്രസ്റ്റ് ചെയ്ത് നിന്ന് ഒരു സീസണിൽ അവിടെ സ്ട്രൈക്കറിനെ അഡ്രസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ. അരുണ, ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, നിനക്ക് ഒരു 3 കാര്യങ്ങൾ ഈ സീസണിൽ ആർച്ചറ്റേന്ന് ഇനി വരുന്ന നെക്സ്റ്റ് ഗെയിം തൊട്ട് ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ 3 തിങ്സ് വാട്ട് യു വിൽ എക്സ്പെക്ട്. എന്താണ് എക്സ്പെക്ട് അല്ല, വാട്ട് ഈസ് നീഡഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ എന്ത് 3 കാര്യങ്ങൾ? ബേസിക്കലി സെൻസിബിൾ ആയിട്ട്, കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട് കളിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരേ ടാക്ടിക്സ് തന്നെ പിടിക്കാണ്ട് ടീമിനനുസരിച്ച് ടാക്ടിക്സ് മാറ്റാൻ പറ്റണം. ലൈക്ക് എന്തുകൊണ്ട് നമ്മുടെ ടീമിന് ഓക്കെ ലോ ബ്ലോക്ക് അവർ ഇടുന്നുണ്ടെങ്കിൽ അതൊന്നും പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് കൗണ്ടർ കിട്ടുന്ന ചാൻസസ് ഒന്നും നമ്മൾ നേരെ കൗണ്ടർ ചെയ്യുന്നില്ല. എന്തിനാണ് വിന്നേഴ്സ് കൗണ്ടർ അറ്റാക്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. മാർട്ടിനെല്ലിനെയൊക്കെ എന്താണ് മാർട്ടിനെല്ലിക്ക് സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈക്ക് തമാശക്ക് പറയും, പക്ഷെ ഫേസ് 5 അതായത് ഫേസ് 5 ആർട്ടറ്റ ഫുട്ബോൾ എന്ന് പറയുന്നത് ടോട്ടൽ ഫുട്ബോളായി. ലൈക്ക് നമ്മുടെ ഡിഫൻഡേഴ്സ് സ്കോറേഴ്സ് ആവുകയും സ്ട്രൈക്കേഴ്സ് ഡിഫൻഡേഴ്സ് ആവുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ സത്യം പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മാർട്ടിനെല്ലിക്ക് അടിപൊളി ഡിഫൻസ് ആണ് ചെയ്യുന്നത്. ട്രാക്ക് ബാക്ക് സൂപ്പർ ആയിട്ട് ഡിഫൻഡ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷെ പുള്ളിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ നോക്കുമ്പോ ഗബ്രിയേൽ ആണെങ്കിൽ അവിടുത്തെ ഒരു ടൈറ്റ് ആംഗിളിലൊക്കെ ഒരു ഷോട്ടൊക്കെ അടിച്ചിട്ടാണ് ഗോൾ അടിച്ചത്. അല്ല, ആർട്ടറ്റ അഡാപ്റ്റ് ചെയ്യണം. ആർട്ടറ്റ വരുന്ന മാച്ചസിൽ അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രഷർ എവറി മാച്ചിലും പ്രഷർ ഉണ്ടായിരിക്കും നെക്സ്റ്റ് ഇനി വരുന്ന സീസണിൽ. പക്ഷെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞ് പ്രഷർ കൊടുക്കും. ലൈക്ക് ആൾക്കാർ പറയുന്നത് ആർട്ടറ്റ ഔട്ട്. ആരാണ് ആർട്ടറ്റനെ റീപ്ലേസ് ചെയ്യുന്നത്? അല്ല, ഈ പറയുമ്പോഴേ എനിക്ക് ഈ സീസൺ എൻഡ് വരെ ആർച്ചറ്റിന്റെ ട്രസ്റ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിൽ ആദ്യത്തെ ഒരു 10 കളി ആർച്ചറ്റയിൽ ട്രസ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന സിറ്റുവേഷനിൽ പറയുന്നത് നെക്സ്റ്റ് ഗെയിം നോർത്ത് ലണ്ടൻ ഡാർബി, അതില് പ്രൂവ് അസ് റോങ്. ലൈക്ക് ഇത്രയും നാൾ നടന്നത് ഒരു ബാഡ് ഫേസ് ആയിരുന്നു. പ്രൂവ് അസ് റോങ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഷോ എ കം ബാക്ക്, ഒരു ഫൈറ്റ് ഇൻ ന്യൂ കാസിൽ ഗെയിം, കരബാവോ കപ്പ്. ജയിക്കണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഷോ തിരിച്ചടിക്കാനുള്ള കെൽപ്പ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഗോൾ അടിക്കുന്ന അവിടെ ചെന്നിട്ട് 2 ഗോൾ അടിക്കുക, പിന്നെ പെനൽറ്റീസിൽ പുറത്തായാലും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷൻ. മനസ്സിലായി? ഒരു കംബാക്ക് 2 ഗോൾ പിറകിൽ നിൽക്കുന്ന ഒരു ടീം കളിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഒരു വാശിക്ക് കളിക്കും, അത് കാണിച്ചാൽ മതി.
അതെ ഇപ്പൊ നമ്മളെ അതാണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇന്റൻഷൻ ആണ് ഞാൻ കാണാത്ത ആ പ്ലേയേഴ്സിൽ ഒരു നിന്ന്. നമ്മള് ഇന്റൻഷൻ ഞങ്ങളൊരു കാണുന്നില്ല. ചാമ്പ്യൻ പ്രീമിയർ ലീഗിനൊക്കെ വേണ്ടി ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ. ചാമ്പ്യൻഷിപ്പ് മെന്റാലിറ്റി ഉള്ള ഒരു ടീമാണ്, വാശിയുള്ള ടീമാണ്. ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള വാശിയുണ്ട്. ആ ഒരു ടെൻഡൻസി കാണിക്കണം. നമുക്ക് അത്രേ ഉള്ളൂ. കാണുന്നവര് തോന്നണം ബട്ട് തിരിച്ചടിക്കാനുള്ള ഇതിന്റെ ഒരു വെറിയുണ്ട് ഇവർക്കെന്ന് തോന്നണം. അതെങ്കിലും വരുത്തണം. ഞാൻ ശരിക്കും കർബാ കപ്പിന് എനിക്ക് അതൊരു പ്രതീക്ഷയുള്ളൂ. ജയം അത് തോൽവിയൊന്നും ഞാൻ നോക്കുന്നില്ല. ആ ഒരു ഇന്റന്റ് പക്ഷെ മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് എനിക്കൊരു ഇതേനെ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടറ്റയുടെ ഒരു വലിയ ഇഷ്യൂ, സിമിലർ ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണിത്. ഒരു യൂറോപ്പ ലീഗ് തൊട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വില്ലറിയാലായിട്ട് യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലില് നമ്മള് എനിക്ക് തോന്നുന്നു അവരുടെ അവയില് നമ്മൾ 1-0 ഡിഫീറ്റ് ആയിരുന്നു തോന്നുന്നു. നമ്മൾ അവിടെ ചെന്ന് ഡിഫീറ്റ് ചെയ്തിട്ട്, അതോ ഹോമിലോ എവിടെ നമ്മൾ 1-0, ഫസ്റ്റ് ലെഗ് 1-0 സെക്കൻഡ് ലെഗ് 0-0 കളി വരുന്നത്. നമ്മൾ ഒരു ഇന്റൻഷനും പ്ലേയേഴ്സ് കാണിച്ചില്ല ഒരു രീതിയിലും. എനിക്കത് ആ സമയം തൊട്ട് പലപ്പോഴും അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ഒരൊറ്റ സീസണിൽ മാത്രമാണ് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സീസൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 22-23 സീസണിൽ. ആ സീസണിൽ നമ്മൾ കുറെ കളികൾ ഇതുപോലെ നമ്മൾ പുറകിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരാന്ന ആ ഒരു മെന്റാലിറ്റി കാണിച്ചു. കഴിഞ്ഞ സീസണിലാണെങ്കിലും നോട്ടിംഗം ഫോറസ്റ്റിന്റെ കൂടെ 4-3 ആ ഒരു ഇന്റൻഷൻ ഇപ്പൊ കാണുന്നില്ല. അത് ആ കാര്യം ഉള്ളതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് പ്ലേയേഴ്സിൽ മാനേജർ പ്ലേയേഴ്സിനോടും അത് പറഞ്ഞ് സെറ്റാക്കാണ്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് സീസൺ ഈസ് വർത്ത് ഇറ്റ്. കുറച്ചുകൂടി ബ്രേവ് ആവണം നമ്മുടെ പ്ലേയേഴ്സ്. ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ. അപ്പൊ അവിടെയാണ് നേരത്തെ അരുൺ ബ്രോ പറഞ്ഞ കാര്യം. നമ്മുടെ മാനേജർ പഠിപ്പിച്ചതിന് പുറത്തേക്ക് ചെയ്യാൻ പേടിയാണോ അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല ചില നേരത്ത്. കാരണം ഇവരെല്ലാം നല്ല ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ടീമിനുണ്ട്. സോ ഇനിയിപ്പോ നേരത്തെ ദീപക് ബ്രോ ചോദിച്ചു 3 കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അതിനകത്ത് ആദ്യത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ കളിയുടെ സ്പീഡ് ഇച്ചിരി കൂട്ടണം. ഫുൾ ഡോമിനേഷനും കൺട്രോളും കിട്ടുന്നുണ്ട്. കാലില് പന്തില്ലാത്തപ്പോ ഓക്കെ, കളി സ്ലോ ആവും, ബോറിംഗ് ആവും, നമുക്ക് മനസ്സിലാവും. കാലില് പന്തിരിക്കുകയാണ്, പിന്നെ എന്തിനാ ഈ സ്ലോ ആക്കുന്നത്? എന്തിനീ സ്ലോ ആക്കി നമ്മൾ പറയില്ല, ഗൂഗിൾ മാപ്പ് നോക്കി കറക്റ്റ് റൂട്ടാന്ന് ഉറപ്പാക്കിയിട്ടേ നമ്മൾ ആ ഒരു പ്ലാൻ ചൂസ് ചെയ്യുന്ന പറയില്ല. ഓവർ തിങ്കിങ് ചെയ്യുന്ന പോലെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് യൂസ് ചെയ്യുക. കുറച്ചുകൂടി ബ്രേവ് ആവാ, സ്പീഡിൽ കളി കളിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞ പ്ലാൻ ബി എന്ന് പറഞ്ഞ സാധനം, അത് കോച്ചിന്റെയും കൂടി കുറച്ച് ഉത്തരവാദിത്വമാണ്. പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ മിക്ക ടീമുകൾക്കും അറിയാം ലോ ബ്ലോക്ക് പിടിക്കുക ആർസണലിനെതിരെ. നേരത്തെ ഇൻബ്രോ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് അവർക്ക് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. സെക്കൻഡ് ഹാഫിൽ നമ്മൾ തന്നെ അത്യാവശ്യം എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് മാറണം. ഒരു പ്ലാൻ ബി, അത് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളായ അത്രയും നല്ലത്. ആ സാധനം ഞാൻ കാണുന്നില്ല, കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ. എനിക്ക് തോന്നി ഈ സീസണിൽ കുറച്ച് മത്സരങ്ങൾ മുമ്പെങ്ങാണ്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ കണ്ടത്. അത് ഫുൾ ടീം, ഒപ്പോണന്റ് ടീം ഫുള്ളായിട്ട് ആർസണലിന്റെ ബോക്സിലേക്ക് കയറിയതിനു ശേഷം അവസാന നിമിഷം എങ്ങാണ്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ ഞാൻ കണ്ടത്. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്പീഡി പ്ലേയേഴ്സിന്റെ കുറവൊന്നുമില്ലല്ലോ നമുക്ക് ടീമില്. ബുക്കാസാക്ക് ഉള്ള സമയത്ത് റൈറ്റിൽ ബുക്കാസ്, ലെഫ്റ്റില് മാർട്ടിനലി, ഹാവേർഡ്സ് അത്യാവശ്യം നന്നായിട്ട് സ്പീഡിൽ ഡീൽ ചെയ്യുന്ന പ്ലേയേഴ്സ് ഒക്കെ തന്നെയാണ്. ഓഡഗാർഡും നന്നായിട്ട് ഡീൽ ചെയ്യുന്നതാണ് സ്പീഡിനായിട്ട്. സോ ഇത്രയും സ്പീഡിൽ കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിന് ഇത്ര നിഷിദ്ധമായിട്ട് വെച്ചേക്കുന്നു? ഇപ്പൊ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ആ വിങ്ങിലോട്ട് ചെല്ലും, ഒന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്യും, നമ്മുടെ പ്ലേയേഴ്സ് വരട്ടെ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ട് കണ്ടെത്തട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അത് മാറിയിട്ട് കുറച്ചും കൂടി ധൈര്യത്തോടെ നമ്മുടെ പ്ലേയേഴ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ മെന്റാലിറ്റിയുടെ കാര്യം, അത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് അവർ ക്ലിക്കിൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. കാരണം മെന്റാലിറ്റി ഇപ്പോ നമ്മൾ പറഞ്ഞ ഒരു മാച്ചിൽ നമുക്ക് പെട്ടെന്ന് ടേൺ ഓവർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നല്ല മെന്റാലിറ്റി കാണിച്ചിരുന്ന പ്ലേയേഴ്സ് വരെ ഇപ്പൊ അത് മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ മറ്റന്നാൾ നടക്കുന്ന വരാൻ പോണെന്ന് അറിയാം. ഇപ്പം ഇത്രയും ആയല്ലോ, നോർത്ത് ലണ്ടൻ ഡാർബിയിൽ ഒരു കിടിലം പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫാൻസും ഈ പ്ലേയേഴ്സിന് ഒരു ബൂസ്റ്റ് ഉണ്ടാകും. ഈ ഫാൻസും കുറച്ചും കൂടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അത് 100% ഷുവർ ചെയ്യും. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത് ഈ മെന്റാലിറ്റി പെട്ടെന്ന് 2 ദിവസം കൊണ്ട് മാറുമെന്ന് ഞാൻ ബ്രോ, 2 ദിവസം അല്ലല്ലോ ഈ സിറ്റുവേഷൻ. ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പ്ലേയേഴ്സ് അവര് ഉണർത്തെഴുന്നേറ്റ് നോർത്ത് ലണ്ടൻ ഡെർബി ആയി ആ ഒരു വാശി ആർസണൽ പ്ലേയേഴ്സ് കാണിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ യുണൈറ്റഡ് വളരെ മോശം സിറ്റുവേഷനിൽ കളിച്ചു വന്നു, മാഞ്ചസ്റ്റർ ഡെർബി എത്തി, അവരുടെ മട്ടും പാവം മാറില്ലേ? അവസാന നിമിഷമാണ് അവർ ജയിച്ചെങ്കിലും ഓക്കെ ഫൈൻ, അതിൻ്റെതായ ഒരു വാശി വരും.
ആ വാശിയും കാര്യങ്ങളും ഈ ഒരു നോർത്ത് ലണ്ടൻ ഡെർബിയിൽ ആർസണൽ പ്ലേയേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. കാരണം ആ ഒരു വാശി, ആ ഒരു ഇന്റൻഷണൽ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഫാൻസ് കുറച്ചും കൂടി ഡിമോട്ട് ചെയ്യും പ്ലേയേഴ്സിനെ. അത് എന്തായാലും ഷുവർ ആയുള്ള ഒരു കാര്യമാണ്. അത് പ്ലേയേഴ്സിനും വളരെ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും സോ നടക്കാൻ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ മാച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്ലേയേഴ്സ് ഡീൽ ചെയ്യുന്ന രീതി മീൻസ് നോർത്ത് അവരുടെ ലണ്ടൻ ഉള്ളിൽ നിന്ന് ഡാർബി വരുന്ന പൊട്ടിയാൽ ഫാൻസിന്റെ ആർച്ചറ്റയുടെ വിശ്വാസം പോയി എന്നൊരു മീൻസ് ഒരു 90% ഹോമിലും കൂടെ ആവുമ്പോൾ ഹോമിലും കൂടെ ആവുമ്പോഴത്തേക്കും ഹോമിലാണ് മത്സരം. ഇപ്പൊ കരബാവ് കപ്പിന്റെ കാര്യം തുലാസിലാണ്. FA കപ്പ് പോയി, അതിനുശേഷം നോർത്ത് ലണ്ടൻ ഡെർബി. അതെങ്ങനെ ലിവർപൂളായിട്ട് നമുക്ക് തിയററ്റിക്കലി സ്പീക്കിംഗ് 9 പോയിന്റ് 6 പോയിന്റ് ആണ്, പ്ലസ് ഒരു മാച്ചും കൂടി അവർക്ക് കളിക്കാനുണ്ട് എവർട്ടനായിട്ട്. സോ അതും ആ ഒരു സാഹചര്യം. അപ്പൊ ഈ ഒരു മത്സരം കൂടി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ 12 പോയിന്റ് ആയി. അപ്പൊ പിന്നെ എല്ലാം റിയലിസ്റ്റിക്കലി ഇപ്പൊ ടൈറ്റിൽ ടാറ്റ ബൈ ബൈ റേസിനെ പറയും. പിന്നെ ടൈറ്റിൽ റേസ് ഓവർ, ടൈറ്റിൽ റേസ് ഇസ് ഡൺ. അപ്പൊ റിയലിസ്റ്റിക്കലി വിടും. പിന്നെ മറ്റേതൊരു എന്തെങ്കിലും ഒരു ഔട്ട്കമ്മിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, ഒരു തിയററ്റിക്കൽ അപ്രോച്ചെങ്കിലും ആൾക്കാർ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഫാൻസ്. പക്ഷെ ഇപ്പൊ അത് ഈ ഒരു മത്സരം കൂടി ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ഇന്നലെ ഫെയിൽ ആയ പോലെയൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫാൻസ് ടാറ്റ ബൈ ബൈ പറയും. ഈ ഒരു സീസണിലേക്കുള്ള ഹോപ്സ് ഒക്കെ കെട്ടിപ്പൂട്ടി വെക്കും. പിന്നെ അത് ചാമ്പ്യൻസ് ലീഗ്, ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു മെന്റാലിറ്റി ഒരു ടീമും ചാമ്പ്യൻസ് ലീഗ് അടിക്കില്ല. കളിയുടെ സ്റ്റൈലോ സ്കോർ ചെയ്യുന്ന ഗോളുകളുടെ അഴകോ ഒന്നുമല്ല. ഈ ഒരു മെന്റാലിറ്റി വെച്ച് ഒരിക്കലും ഒരു ടീം ചാമ്പ്യൻസ് ലീഗ് അടിക്കില്ല. കാരബാവ് കപ്പിലും FA കപ്പിലും നമുക്ക് ഫൈറ്റ് കാണിക്കാൻ പറ്റാതെ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിക്കും എന്നൊക്കെ ഒന്ന് പറയില്ല ബ്രോ. ഉള്ള ട്രോള് രണ്ട് മാച്ചും ഹോമിലായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വിഷമം. അതാണ് എനിക്ക് ഇത്ര സഹിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറ്റാതെ. ആ പെർഫോമൻസും കൂടെ നോക്കി, ഓക്കെ അറ്റ്ലീസ്റ്റ് കപ്പ് കോമ്പറ്റീഷന് കളിക്കാൻ വേണ്ടിയാണ് ഈ ടീം ഇങ്ങനെ കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഈ ടീം ഇങ്ങനെ കളിക്കുള്ളൂ. ഇത് വേറെന്തോ ആണ്. അതെ. അപ്പം സോ ഇനിയിപ്പോ നമുക്ക് നോക്കാന്നുള്ള ഹോപ്പ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ വെറുതെ. കാരണം അതേ ഉള്ളൂ, ഫൈനൽ റിസോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് സീസണിലേക്കുള്ള എന്തെങ്കിലും ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു നല്ല സൈനിങ് ഈ വിൻഡോയിൽ ചെയ്താൽ മേ ബി ജസ്റ്റ് ഒരു 5% ചാൻസ്, അത്ര ഞാൻ പറയുള്ളൂ. അല്ല ഐ ഡു കൂടി ഡിപെൻഡ് ചെയ്തിരിക്കും. ഡെഫിനറ്റ്ലി ലിവർ ഓഫ് കോഴ്സ്. ഇപ്പൊ നമുക്ക് സീസൺ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്, ഏത് ടോപ്പ് 6. ഇപ്പൊ കഴിഞ്ഞ സീസൺ നോക്കണമെങ്കിൽ നമ്മൾ ടോപ്പ് 6 ടീമുകളുടെ അടുത്ത് തോറ്റിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഡ്രോയും കാര്യങ്ങളായിട്ടും തോറ്റിട്ടില്ല നമ്മൾ. ലിവർപൂളിന്റെ അടുത്തായാലും സിറ്റിയുടെ അടുത്തായാലും ലീഗില് തോറ്റിട്ടില്ല, എപ്പോഴും തോറ്റിട്ടില്ല. ലീഗിൽ തോറ്റിട്ടില്ല. അപ്പൊ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് ബിഗ് സിക്സ് അല്ല, അങ്ങനെയല്ല, ബിഗ് സിക്സിൽ തോറ്റിട്ടില്ല. ബിഗ് 6 ക്ലബ്സ് ആയിട്ട് നമ്മൾ തോറ്റിട്ടില്ല. ടോപ്പ് 6 ഉണ്ടായിരുന്ന ടീമിൽ നമ്മൾ കഴിഞ്ഞ സീസൺ ആസ്റ്റൺ വില്ലേനെ 2 തവണയും തോറ്റു. അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. ഈ ഒരു സീസണിലേക്ക് തുടങ്ങുന്ന വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏത് ടീമിന്റെ അടുത്ത് പോയാലും, ഇപ്പൊ സിറ്റിയുടെ അടുത്തേക്കാണ് പോകണമെങ്കിലും ലിവർപൂളിന്റെ അടുത്തേക്കാണ് പോകണമെങ്കിലും, ആ 2 ടീമുകളാണല്ലോ നമ്മൾ അത്യാവശ്യം ടോപ്പിൽ കൺസിഡർ ചെയ്യുന്നത്. യുണൈറ്റഡിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. ചെൽസിയുടെ അടുത്താണ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പണ്ടത്തെ പോലെയല്ല തവണ പോയാൽ 3 പോയിന്റ് നേടാനുള്ള വകുപ്പ് നമുക്കുണ്ട്, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇല്ല, അത് മാറി. അതാ ഞാൻ പറയുന്നത്. അവിടെ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ മത്സരങ്ങൾ തോറ്റത് കൊണ്ട് ആ കോൺഫിഡൻസ് പോയി എന്നുള്ളതല്ല. അത് വേറൊരു സിനാരിയോ ആണ്. ഈ സിനാരിയോ നമ്മൾ പറയുന്നത് പ്ലെയേഴ്സിന്റെ പെർഫോമൻസ്, അതായത് മെന്റാലിറ്റിയും അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കണ്ടിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ ആ ഒരു സാധ്യത ഇല്ല എന്ന് പറയുന്നത്. രണ്ടും 2 സിനാരിയോ ആണ്. ആദ്യത്തെ സിനാരിയോ പറയാം, മാച്ച് റിസൾട്ട്സ് മാറി മറിഞ്ഞും വരാമെന്നെങ്കിലും പറയാമായിരുന്നു. ഇപ്പൊ ഇത് അതും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ യുണൈറ്റഡിനെതിരെ ഇപ്പൊ ഇന്നലെ ജയിച്ചു എന്നിരിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും സന്തോഷത്തോടെ ഇരുന്ന് പറയാൻ പറ്റുമോ ആർസണലിന്റെ മാച്ചിനെ പറ്റി? ഒട്ടും പറയാൻ പറ്റില്ല. നമ്മൾ അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. എന്തായാലും ഇന്നലെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു തോൽവിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മേ ബി ഒരു ബ്ലെസ്സിങ് ആയേക്കാം. അത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, മേ ബി ഒരു ബ്ലെസ്സിങ് ആയേക്കാം. കാരണം ഇപ്പോ ജീസസിന്റെ ഇഞ്ചുറി, ഹാവേർട്സിന്റെ പുവർ പെർഫോമൻസ്, ഇത് രണ്ടും കഴിഞ്ഞപ്പോ തന്നെ ഏറെക്കുറെ ആർസണൽ കുറച്ച് ഫോഴ്സ് ചെയ്യപ്പെടണം ഒരു സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു സൈനിങ്ങിന് വേണ്ടി. പക്ഷെ അതിന് ചാൻസ് വളരെ ഡൗൺ ആണെന്നുള്ളത് അറിയാം. സോ മേ ബി ഒരു ഐ ഓപ്പണിംഗ് ആയേക്കാം, ഈ ഒരു ഐ ഓപ്പണർ ആയേക്കാം ആ ഒരു മാച്ച്. പക്ഷെ ഈ നോർത്ത് ലണ്ടൻ ഡെർബിയിലേക്കും ഐ ഓപ്പൺ ആയില്ലെങ്കിൽ ഇതൊരു നല്ല രീതിയിലായിരിക്കില്ല റിസപ്ഷൻ അതിന്റെ കിട്ടുക.
അപ്പം എന്തായാലും ഇനി ഇനി വരുന്ന ഇനി എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഏകദേശം ഒരു നല്ലൊരു സമയം ഇപ്പം നമ്മുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞൊന്ന് സമാധാനമാക്കി അല്ലെ, ഒന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോ ഒരു ആശ്വാസം കിട്ടി. അതുകൊണ്ട് അപ്പോ നമുക്ക് എന്നാ ഇപ്പം പതുക്കെ ഈ ഒരു വീഡിയോ നമുക്ക് പതുക്കെ എൻഡ് ചെയ്താലോ. അപ്പം ഇനി വരുന്ന മാച്ചസ് ഒക്കെ ക്രൂഷ്യലാണ്. അപ്പോ ഇനി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പം. ബട്ട് ലെറ്റ്സ് സീ. എനിവേ താങ്ക് യു അലക്സ് ബ്രോ ഫോർ ജോയിനിങ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യണം. ഇതുപോലെ ഒരു ഗംഭീര ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ കമ്മ്യൂണിറ്റി കിട്ടിയത് ഇപ്പോഴാണ്. ആർസണൽ കമ്മ്യൂണിറ്റി ഇനിയും വളരട്ടെ. പക്ഷെ അതേപോലെ തന്നെ ടീമും കുറച്ചുകൂടെ പെർഫോം ചെയ്തത് എന്താ ആഗ്രഹിക്കുന്നു. യെസ്, അപ്പൊ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം. ദീപക് ബ്രോ, താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ as well. അപ്പോ യെസ്, താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ് ദ സ്ട്രീം. ഓക്കെ ദീപക് ബ്രോ, യെസ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദ സ്ട്രീം. അപ്പം ഇനി നമുക്ക് അടുത്തൊരു നോർത്ത് ലണ്ടൻ ഡാബി റിവ്യൂ വീഡിയോ ആയിട്ട് ഇനിയും നെക്സ്റ്റ് വരാം. അപ്പം നിങ്ങളെ കമന്റ്സും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ഇടുക. അപ്പം വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. കം ഓൺ യു ഗൈസ്.